പത്രസമ്മേളനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ പറഞ്ഞ ഈ പത്രസമ്മേളനം മുഴുവൻ എടുത്തൊരു സീരീസ് ആയിട്ട് ചെയ്യാൻ മാത്രമുണ്ട്. അത്രമാത്രം ബ്ലണ്ടേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ അവർ ചില പള്ളികൾ പിടിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ പള്ളികളിൽ ഭൂരിപക്ഷം യാക്കോബായക്കാരാണ് എന്ന് പറയാതെ പറയുകയല്ലേ. പിന്നെ പറയുന്നുണ്ട്, സർക്കാർ ചില കാര്യങ്ങളിൽ ചിലതൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു തന്നു, ബാക്കിയും കൂടെ പിടിച്ചു തരണം. ഇത് വരികൾക്കിടയിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. സത്യത്തിന്റെ ചില സ്ഫുരണങ്ങൾ ഈ പത്രസമ്മേളനത്തിലുണ്ട്. അത് നിങ്ങളെ പൊള്ളിക്കുന്ന സത്യങ്ങളാണ്. ഇപ്പൊ ഇദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ സമാധാനകാംക്ഷികളാണ്, എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്, സഭ ഒന്നായി പോകണം. മലങ്കരയിൽ ഒരു കാനോനികമായി വാഴിക്കപ്പെടുന്ന കാതോലിക്കയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ്. കാരണം നിങ്ങൾ വാഴിച്ച ആ സാധനം കാനോനിക കാതോലിക്ക അല്ലെന്ന് നിങ്ങളുടെ തന്നെ കൂടെ നിൽക്കുന്ന പള്ളിക്കാർ ജില്ലാ കോടതിയിൽ കേസ് കൊടുത്താണ്. ആ കേസ് നിങ്ങളുടെ പല വിധത്തിലുള്ള പല തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളതാണ്. പൊതുസമൂഹം അറിയണം അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇനി അടുത്തതാവട്ടെ, കാതോലിക്കയുടെ സ്ഥാനത്ത് ഒഴിവ് വന്നാൽ വിളിച്ചു ചേർക്കപ്പെടുന്ന അസോസിയേഷനിലേക്ക് പാത്രിയർക്കീസിനെ ക്ഷണിക്കേണ്ടതാണ്. അപ്പോ 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മലങ്കരയിൽ ശാശ്വതമായ സമാധാനവും ഐക്യവും മനരഞ്ജനവും സാധ്യമാക്കുവാനും ഒന്നിച്ചൊരു സഭയായി പോകുവാനും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് 8 വർഷത്തിനിപ്പുറത്ത് പത്രസമ്മേളനത്തിൽ മൊഴിയുന്ന നിങ്ങളുടെ ഈ മൊഴിക്ക് എന്തെങ്കിലും ഉദ്ദേശശുദ്ധിയോ ആത്മാർത്ഥതയോ സത്യസന്ധതയോ അതിനോട് പ്രതിബദ്ധതയോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ അസോസിയേഷൻ വിളിച്ചു കൂട്ടുന്ന സമയത്ത് നിങ്ങൾ പാത്രിയർക്കീസ് ബാവയ്ക്ക് ക്ഷണക്കത്ത് അയക്കുമായിരുന്നു, ഇല്ലേ? അയച്ചിട്ടില്ല. അയച്ചോ? ഇത് ചോദിക്കും. കാരണം 934 ഭരണഘടന അനുസരിച്ച് സുതാര്യമായ നടപടികളിലൂടെ നമുക്ക് ഐക്യമായിട്ട് ഒന്നായിട്ടൊരു സഭയായിട്ട് പോകാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിളിച്ചു കൂട്ടുന്ന അസോസിയേഷനിലേക്ക് പാത്രിയർക്കീസ് ബാവയ്ക്ക് ക്ഷണക്കത്തയക്കണമായിരുന്നു. നിങ്ങൾ അയച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ന്യായം പറയും, മലങ്കര സഭ അംഗീകരിച്ച പാത്രിയർക്കീസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിക്കും, അങ്ങനെ ഒരു കീഴ്വഴക്കം സഭയിൽ എവിടെയെങ്കിലും ഉണ്ടോ? മലങ്കര സഭയുടെ അംഗീകാരം പാത്രിയർക്കീസിന് ആവശ്യമാണോ? പാത്രിയർക്കീസിനെ വാഴിച്ചിട്ട് മലങ്കര സഭ അംഗീകരിക്കണമോ? മലങ്കര സഭ അംഗീകരിച്ചില്ലെങ്കിൽ പാത്രിയർക്കീസ് ആവില്ലേ? അപ്പൊ പാത്രിയർക്കീസിന്റെ കീഴിലുള്ള കാനോനികമായ മലങ്കര ഇടവകയായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ പാത്രിയർക്കീസിനെ അംഗീകരിക്കണം. 2017 സുപ്രീം കോടതിയിലെ കേസിലെ ഈ വിഷയം ഇവർ ഉന്നയിച്ചിട്ടുള്ളതും സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അതിന് മറുപടി കൊടുത്തിട്ടുള്ളതുമാണ്. 2017 സുപ്രീം കോടതി വിധി നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ എഴുതിയിട്ടുണ്ട്, പാത്രിയർക്കീസിന്റെ സ്ഥാനത്തിനെതിരെ ഒരു ഡിസ്പ്യൂട്ടും ഇല്ല. നോ സച്ച് ഡിസ്പ്യൂട്ട് എക്സിസ്റ്റ്. അപ്പോ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം മലങ്കര സഭയുടെ പാത്രിയർക്കീസ് പരിശുദ്ധ പത്രോസ്ലീഹായുടെ അന്ത്യോക്യയിലെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന മോറാൻമാർ ഇഗ്നാത്യോസ് അപ്രേംതിരിയം പാത്രിയർക്കീസ് ബാവയാണ് മലങ്കര സഭയുടെ പാത്രിയർക്കീസ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നല്ല അച്ചടി മികവോടെ സുപ്രീം കോടതിയുടെ 2017 ജൂലൈ 3 വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലങ്കരയിലുള്ള ഓരോ വിശ്വാസികളും ഇൻക്ലൂഡിംഗ് IOC ഫെയ്ത്ത്ഫുൾ, യു മസ്റ്റ് നോ ദിസ് ട്രൂത്ത്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ് ഇവർ ഉയർത്തി കാണിക്കുന്ന കടലാസിനോട് ഇവർ നീതി പുലർത്തിയിട്ടില്ല. 1934 ഭരണഘടന എന്ന് പറഞ്ഞ് ഇവർ ഉയർത്തി കാണിക്കുന്ന കടലാസിനോട് ഇവർ നീതി പുലർത്തിയിട്ടില്ല. 1934 ഭരണഘടനയും സുപ്രീം കോടതി വിധിയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഓരോ അൽമായരെയും ഇവർ വഞ്ചിക്കുകയായിരുന്നു. അവരുടെ അവകാശ അധികാരങ്ങളെ പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് പൊതു നിരത്തിൽ വെച്ച് തുണി ഉരിയപ്പെട്ട അവസ്ഥയിൽ ഓരോ ഇന്ത്യൻ ഓർത്തഡോക്സുകാരെ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശത്തെ ഇവർ അപഹരിക്കുകയായിരുന്നു. ഓരോ ഇന്ത്യൻ ഓർത്തഡോക്സുകാരന്റെയും വ്യക്തിത്വത്തെയും അവന്റെ അഭിമാനത്തെയും പരിഹസിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്ത നടപടികളാണ് മത്തായി 3 കാതോലിക്ക ബാവയുടെ വാഴ്ചയോടുകൂടെ മലങ്കര ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് കൊള്ളസംഘത്തിന്റെ മെത്രാൻ സമിതി ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ പേജിലൂടെ വ്യാജ പേരിൽ എഴുതി വിടുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്റെ പൂട നീണ്ടെന്നോ മുടി നീണ്ടെന്നോ താടി നീണ്ടെന്നോ അതൊന്നും ഇവിടെ ചർച്ചാ വിഷയം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ പറ. നിങ്ങൾ ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പൊ ഈ പത്രസമ്മേളനം വന്നത് ഞാൻ ഈ സഭയിലെ കാര്യമൊന്നുമല്ല പറയുന്നേ, പൊതു സമൂഹത്തോടാണ് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ അംഗമായിരിക്കണമെന്നോ
ഒന്നും അർത്ഥമില്ല. നീ ആരാടാ ഇത് ചോദിക്കാൻ ഇപ്പൊ ഒരുത്തം കമന്റ് എഴുതി ചോദിക്കും. കാരണം പത്രസമ്മേളനം പൊതുവായിട്ട് വിളിച്ചിട്ട് കേരളത്തിലെ പൊതുജനങ്ങളോടാണ് ഇദ്ദേഹം ഈ വിഡ്ഢിത്തം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആസ് എ മലയാളി ഐ ഹാവ് ഓൾ റൈറ്റ്സ് ടു ക്വസ്റ്റ്യൻ യുവർ മെട്രോപൊളിറ്റൻ. ഇപ്പൊ കമന്റ് എഴുതിയ കഴുതയോടെ ഞാൻ പറയുന്നത്. ഒരുത്തൻ കമന്റ് എഴുതിയിരിക്കുക നിനക്കെന്നാ കാര്യം? നിനക്കെന്നാ കാര്യം? ഞങ്ങളൊക്കെ കാണുന്ന ടി വിയിലൂടെ നീ പത്രസമ്മേളനം നിന്റെ മെത്രാൻ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചോദിക്കത്തില്ലേ? ഓരോ മലയാളി ചോദിക്കും. കേരള സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന മുഖ്യമന്ത്രിയെയുമാണ് ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മലയാളിക്കും ഇദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആനക്കെട്ട് എറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയുന്നോടാ. നീ കമന്റ് എഴുതി പേടിപ്പിക്കുന്നു. നീ എന്താ ആരെയും കമന്റ് എഴുതി പേടിപ്പിക്കുന്നത്? നിനക്കെന്നാ കാര്യം? എനിക്കെല്ലാ കാര്യമുണ്ട്. നിന്റെ കാര്യമാണെങ്കിൽ നീ നിന്റെ അടുക്കള പോയി നടത്തിക്കണം. ഇവിടെ പൊതുവായിട്ട് പത്രസമ്മേളനം വിളിച്ച് തോന്നിവാസം പറഞ്ഞിട്ട് കേരള സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അവരുടെ നയങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിട്ട് ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല, ആർക്കും പ്രതികരിക്കാം. മനസ്സിലായി? ഇത് നിന്റെ അടുക്കള കാര്യമാണ്. അടുക്കളയിൽ അടങ്ങിയിരുന്ന് സംസാരിച്ചോണം. പൊതുസമൂഹത്തിൽ വന്ന അഭിപ്രായം പറഞ്ഞിട്ട് തിരിച്ച് അഭിപ്രായം കേൾക്കുമ്പോൾ നിനക്ക് എന്നെ പൊള്ളുന്നുണ്ടോ? അപ്പൊ ഞാൻ DS കോറസ് മെത്രാച്ചനോട് ചോദിക്കുകയാണ്, മെത്രാച്ചൻ വല്ല ആത്മാർത്ഥമുണ്ടോ? മെത്രാച്ച വല്ല സത്യസന്ധതയുണ്ടോ? താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് വരെയെങ്കിലും ഒരു സത്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിക്കറെ മുള്ളുന്ന പ്രായത്തിലെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഉളിപ്പ് ആ മുഖത്ത് കാണുമായിരുന്നു. ഒരു ലജ്ജയുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നു നുണ പറയരുത് മെത്രാച്ച. നിങ്ങൾ ഈ പറഞ്ഞ ഈ തേട് മത്തായിയെ കാതോലിക്കായിട്ട് വാഴിക്കുന്ന മത്തായി മൂന്നാമൻ കാതോലിക്ക ബാവയെ വാഴിച്ച നടപടി തെറ്റാണെന്ന് നിങ്ങളുടെ പള്ളിക്കാർ ജില്ലാ കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് നിങ്ങൾ അട്ടിമറിച്ചതാണ്. ഇല്ല നിങ്ങൾക്ക് പറയാമോ? അങ്ങനെ നിങ്ങൾക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി വരട്ടെ, അതിലൊരു സുതാര്യത വരട്ടെ, അവിടെ ഒരു ചർച്ചയാകാമല്ലോ ആ കോടതിയിൽ. എന്നിട്ട് നിങ്ങളുടെ പക്ഷത്ത് നീതി ഉണ്ടെന്ന് തെളിയിച്ചിട്ട് കൈകൾ ശുദ്ധമാണെന്ന് കാണിച്ചിട്ട് ആ വാഴ്ച നടത്തണമായിരുന്നു. ആ അന്തസ് നിങ്ങൾ കാണിച്ചില്ല, ആ മാന്യത നിങ്ങൾ കാണിച്ചില്ല, മര്യാദ നിങ്ങൾ കാണിച്ചില്ല. നിങ്ങൾക്ക് ഒരിക്കലും മാന്യതയോ മര്യാദയോ അന്തസ്സോ ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പിൻവാതിലിലൂടെ ഉപജാപങ്ങളിലൂടെ നിങ്ങൾ ഒരു കാതോലിക്കയെ വാഴിച്ചെടുത്തു. അതല്ല മലങ്കര സഭയ്ക്ക് വേണ്ടത്. കാനോനികമായി വാഴിക്കപ്പെടുന്ന, പകൽ വെളിച്ചത്തിൽ വാഴിക്കപ്പെടുന്ന ഒരു കാതോലിക്കയാണ് മലങ്കര സഭയ്ക്ക് ആവശ്യം. ആ കാതോലിക്കയെ വാഴിക്കേണ്ടത് ആരാണ്? പാത്രിയർക്കീസ് ബാവയാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ കാതോലിക്ക ബാവ എന്ന് പറഞ്ഞ ആരാ? പാത്രിയർക്കീസിന്റെ കാതോലിക്കയാണ്. അല്ലാതെ കാതോലിക്ക ഇല്ല. തലയില്ലാത്ത ഉടലുണ്ടോ? അങ്ങനെ ഉടലുണ്ടായിട്ടുള്ള കാര്യം അത് ഈ മൈസൂരിൽ നിന്ന് വരുന്ന കൊള്ളക്കാരുടേതാ. കഥകെ മുട്ട് കേൾക്കും. അപ്പൊ നോക്കി കഴിയുമ്പോഴേക്കും തലയില്ലാത്ത ഉടലിങ്ങനെ നിൽക്കുന്നു. ഊയോ പേടിച്ച് തല ഇറങ്ങി. ഇവർ വീട്ടുകാർ പോകുന്നിട്ട് ഇവരകത്ത് കയറി എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകും. അപ്പൊ തലയില്ലാത്ത ഉടലുമായിട്ട് വരുന്ന ഈ മറവന്മാരുണ്ട്, കൊള്ളക്കാര്. അതുപോലെയല്ല ഇത്. തല വേണം. ഇപ്പൊ കാതോലിക്ക എന്ന് പറഞ്ഞാൽ അത് പാത്രിയർക്കീസിന്റെ കാതോലിക്കയാണ്. തിഗ്രീസിലെ 6-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ തിഗ്രീസിൽ അന്ത്യോക്കയിലെ പാത്രിയർക്കീസ് സ്ഥാപിച്ച സ്ഥാപനമാണ് കാതോലിക്കേറ്റ്. വിദൂരദേശങ്ങളിലും പൂർവ്വദേശങ്ങളിലും സഭയുടെ ഭരണവും സത്യോപദേശവും നിലനിർത്തേണ്ടതിന് വേണ്ടി അവിടെയുള്ള ഇടവകകളുടെ ആത്മീക നിഷ്ഠതികൾ ഭംഗം കൂടാതെ നിർവഹിക്കപ്പെടേണ്ടതിന് വേണ്ടി, വിഘ്നം കൂടാതെ നടക്കപ്പെടേണ്ടതിന് വേണ്ടി പാത്രിയർക്കീസ് ബാവ സ്ഥാപിച്ച സ്ഥാപനമാണ് ഈ മഫ്രിയാനെറ്റ് അഥവാ കാതോലിക്കേറ്റ്. ആ കാതോലിക്കേറ്റിലേക്കാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് വാഴിക്കപ്പെടുന്നത്. അത് വാഴിക്കുവാനുള്ള സർവ്വ അധികാര അവകാശങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് പരിശുദ്ധ പത്രോസ് ലീഗായുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന മോറാൻമാർ ഇഗ്നാത്തിയോസ് അപ്രേം തിരിയം പാത്രിക്കീസ് ബാവയുടെ മേൽ മാത്രമാണ്. വേറെ ആരുടെ മേലും ആ അവകാശമില്ല. ഇതിനെയാണ് കാനോനികമായി വാഴിക്കപ്പെടുന്ന കാതോലിക്ക എന്ന് പറയും. നിങ്ങളുടെ കാതോലിക്ക ഉണ്ടല്ലോ, മാത്യു ദ തേർഡ് കാതോലിക്കോസ് അകാനോനിക കാതോലിക്കയാണ്. കാനോനികമായിട്ടല്ല നിങ്ങൾ വാഴിച്ചത്, പകൽ വെളിച്ചത്തിലല്ല വായിച്ചത്. ആ വാഴ്ചയുടെ നടപടികൾക്ക് സുതാര്യതയില്ലായിരുന്നു. ഇത് നോക്ക്, ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ സഞ്ചരിച്ച് പരസ്യമായി പകൽ വെളിച്ചത്തിൽ സഞ്ചരിച്ച് പൊതു സമൂഹത്തിന്റെ നേതൃത്വത്തെയും പൊതുജനങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥനകളും അഭ്യർത്ഥിച്ചുകൊണ്ട് സകല പിതാക്കന്മാരുടെയും വിശുദ്ധ കബറിടങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സുതാര്യമായിട്ട്, എത്ര സുതാര്യമായ നടപടിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ട് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിനെ പഴിചാരുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പ്രതിനിധി സംഘത്തെ അയക്കുന്നു. അത് ഭയങ്കര കുഴപ്പമാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം.